ബിഗ് ബോസ് അഗ്നിപരീക്ഷ അത് നേരാവണ്ണം കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ സീസൺ 8 നല്ലൊരു മികച്ച സീസൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിൽ കോമണർ കുറേ പേർ ഇത് അവരൊക്കെ എന്തൊരു കോമണർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അല്ലാത്ത ബിഗ് ബോസിൽ വരുമ്പം കുറേ പേരൊക്കെ സെലിബ്രിറ്റീസ് ഒന്നുണ്ട്, ഇവർ ആരടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കാറുണ്ട്. ഇവരൊക്കെ ഇവിടെ ഉള്ളടാ കോമണേഴ്സ് ഉണ്ടാവും, അല്ലാതെ കുറേ പേരുണ്ട്. ഇപ്പം കഴിഞ്ഞ സീസണിൽ പ്രവീൺ, നവീൻ, പിന്നെ ശൈത്യ, ഇങ്ങനെ കുറേ പേരുണ്ട്, ആര്യൻ. അവരൊക്കെ ആരാണ് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കുണ്ടോ, നമുക്ക് ഇത് കണ്ട് പരിചയപ്പെട്ടവരാണ്. അങ്ങനത്തെ കുറേ ടീംസൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവരെ എല്ലാം കൂടി എടുത്ത് ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കകത്ത് ഇട്ടിരിക്കുന്ന 40-നകത്തുള്ളതിലും ഉണ്ട്. ഇപ്പം നല്ലൊരു ശതമാനം ആൾക്കാരും ഈ അഗ്നിപരീക്ഷയിൽ നിന്നായിരിക്കും സെലക്ട് ആയി പോകുന്നത്. ബാക്കി വരുന്നതെല്ലാം പിന്നെ സെലിബ്രിറ്റീസ് ആയിരിക്കും അല്ലാതെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പം ഈ അറിഞ്ഞൂടാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു മുൻ പരിചയമില്ലാത്തത്, ആൾക്കാരുടെ ഇനീഷ്യൽ സപ്പോർട്ട് ഇല്ലായ്മയുടെ ഒരു പ്രശ്നം, അവിടെ ഒരു പാർഷ്യാലിറ്റി ഉള്ളത് അങ്ങ് മാറും. സെലിബ്രിറ്റീസിന് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഒരു മുൻഗണന അവർക്ക് കിട്ടുന്ന അൺവാണ്ടഡ് പ്രിവിലേജ് അതിങ്ങ് ഇല്ലാതാവും. ഇവർ വരുമ്പോൾ ഇവരിൽ ഓൾറെഡി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ആൾക്കാർക്ക് അറിയാമെന്നുള്ള ആൾക്കാരായിട്ടായിരിക്കും ഇവർ മറ്റേ ഇതിനകത്തോട്ട് പോകുന്നത്, ബിഗ് ബോസിനകത്ത്. അപ്പം ഈ വരുന്ന മത്സരം അതും ഇതിലെടുക്കുന്നവർ അത്യാവശ്യം കൊള്ളാമെന്നുള്ളതും, മറ്റേത് ഒരു ഓഡിഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ദിവസം കണ്ട് ഇവരെങ്ങനെ പറ്റും എന്നുള്ളത് അത് തിരിച്ചറിയാനുള്ള വെളിവും വെള്ളിയാഴ്ചയുള്ള ജഡ്ജിമാരാണ് ഇപ്പോൾ ഉള്ളത്. അവർ തിരിച്ചറിഞ്ഞ് പോകുമ്പോഴേക്കും നല്ല മത്സരാർത്ഥികൾ തന്നെ അകത്ത് കയറി പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴാകുമ്പോൾ മറ്റേ ഒരാളിൽ ഫോക്കസ് ചെയ്ത് ഗെയിം പോവുക, അങ്ങനത്തെ പരിപാടികളൊന്നും കാണത്തില്ല. ഇന്ന് പൂജയെ പിടിച്ച് എവിക്റ്റാക്കിയതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. അത് വെറുപ്പിക്കലാണ്. അതിനെ ബിഗ് ബോസ് മെറ്റിട്ടാണ് എന്ത് തേങ്ങയാണെങ്കിലും അതൊരു കാമ്പില്ലാതെ നമ്മൾ കിടന്ന് അഗ്രഷൻ കാണിച്ച് ചുമ്മാ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി സ്ക്രീൻ ടൈം മൊത്തം എനിക്ക് കിട്ടണമെന്നുള്ളൊരു സാധനത്തിലായിരിക്കും ഇവിടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അത് വെറുപ്പിക്കില്ലാവും. മറ്റേ ഒരു രതീഷ് എന്നൊരാളുണ്ടല്ലോ, കാവേരിത്തുമ്പി കാത്തിരുന്ന പൈതിൽ, അതിൻ്റെ ഒരു ഫീമെയിൽ വെർഷനായിട്ടായിരിക്കും പൂജ അകത്ത് പോയാൽ കാണിക്കുക. അല്ല, അതിൽ ലോജിക്കില്ല, അവൾ കാണിക്കുന്നതിന് ലോജിക്കില്ല. ചുമ്മാ കിടന്ന് ബേളം വയ്ക്കുക, എങ്ങനെയെങ്കിലും എൻ്റെ നേർക്ക് അട്രാക്ഷൻ വരിക, പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമെന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കിടന്ന് കാണിക്കുക. അപ്പം ഇവരെന്നെ ഇവരുടെ സൈ ഇട്ട് കുറേ നേരം വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് വളരെ കുറച്ചാണ്, അതിൽ കൂടുതൽ ജഡ്ജിമാർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എടുത്ത് കളഞ്ഞാണ്. അപ്പം ഇതിൽ ഈ ടാസ്ക് ജയിക്കണത് തോക്കണത് ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നിങ്ങളെ ടീം ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലിമിനേഷൻ ഒരു ദിവസം അങ്ങോട്ട് തള്ളിപ്പോവുക, അത്രേ ഉള്ളൂ. എപ്പോഴായാലും തൂക്കും ഈ ടാസ്കിൽ. പിന്നെ ഇവിടെ മറ്റേ കുപ്പിയിൽ വെള്ളം നിറച്ചും ബലൂൺ വീർപ്പിച്ചും അല്ലേ ബിഗ് ബോസിലേക്ക് ആളെ സെലക്ട് ചെയ്യണത്. അതൊന്നുമല്ല, ഇവരവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇവരുടെ പേഴ്സണാലിറ്റി എന്താണ്, ഇവർക്ക് ബിഗ് ബോസ് കയറാൻ പറ്റുമോ, ഇവർ ഓരോ സമയത്ത് എങ്ങനെയാണ് ഇവർ മൈൻഡ് ഗെയിം വർക്ക് ചെയ്യുന്നുണ്ടോ, ബുദ്ധിയുണ്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ മറ്റവനെ പിടിച്ച് നടത്തിയിട്ടില്ലേ, ശ്യാം എന്നുണ്ട്. അവൻ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ കഴിവുള്ളവനാണ് അവനെ പിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ അവൻ ടാസ്ക് ജയിച്ച് തോറ്റ് എന്നുള്ളതല്ല വിഷയം. അതുപോലെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, കാര്യബോധമുണ്ടോ, ഇങ്ങനത്തെ ഈ ഒരു ഷിൻജിത്ത് എന്നൊരു പയ്യൻ, അവനെ അങ്ങനെ നോട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ കുറേ പേരെ ഇവർ സെലക്ട് വെച്ചിട്ടുണ്ട്. ഇവർ ഫെയർ ആയിട്ടാണ് ഇവർ ഡിസിഷൻ എടുക്കുന്നത്. ലൈക്ക് അല്ലാതെ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മേരെ മോനാണെന്നുകൊണ്ട് ആരെങ്കിലും ഒക്കെ കയറ്റി വിട്ടിട്ട് എവരെയും കൂടി ഒന്ന് പാസ്സാക്കി വിടുന്നതുകൊണ്ട് ജഡ്ജിമാർ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് തെണ്ടിത്തരാം. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ചിലപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയൊക്കെ കാണുമ്പം ഇതെന്ത് തേങ്ങയെന്ന് നമുക്ക് തോന്നുമായിരിക്കും, പക്ഷേ നമ്മുടെ സീസൺ വരുമ്പോൾ നന്നായിരിക്കും. ഇപ്പോൾ ഇന്നലെ രഞ്ജിനി ഹരിദാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രൊമോ. നമ്മളൊന്നും ജഡ്ജിമാരൊന്നും കൂളായിട്ടൊന്നും ഇരിക്കില്ല, ചിരിച്ച് കളിച്ചിരിക്കുന്ന ജഡ്ജിമാരായിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ഇതൊക്കെ ആവേണ്ടി വരും, അത് ഷോയുടെ ഭാഗമാണ്. അങ്ങനെയാണ് നമ്മൾ അഗ്നി പരീക്ഷ എന്നല്ല, അഗ്നി കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. എൻ്റെ പൊന്നി ചേച്ചി, നമുക്കറിയാം നമ്മൾ ഇവർ ലളിതഗാന മത്സരത്തിനോ സ്റ്റാർ സിംഗിനോ അല്ല നിൽക്കുന്നത്, ഒരു ബിഗ് ബോസിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യാനുള്ള ഇതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ ടാസ്ക് കളിച്ച് കുപ്പിയിൽ വെള്ളം നിറച്ച് കയറി പോകണവരല്ല. അവർക്ക് എല്ലാ പ്രഷറും കൊടുത്ത് അവർ പ്രഷർ സിറ്റുവേഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലായി, നമ്മൾ മണ്ടന്മാരല്ല. പക്ഷേ ഇത് കാണിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുപ്പിക്കലായിട്ട് തോന്നരുത്. ഇപ്പോൾ അഖിൽമാരൊക്കെ അവിടെ നിന്ന് അഗ്രഷൻ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് വെറുപ്പിക്കലായിട്ട് തോന്നുന്നില്ല. ഇത് വന്നിട്ട് ജഡ്ജിമാർ വന്നിരിക്കും പോലെ അവരെ തീരെ ടാർണിഷ് ചെയ്ത്. ഇപ്പം നിങ്ങളിന്ന് പൂജയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജയെക്കുറിച്ച് പറഞ്ഞത് ഒരു കിടിലൻ ഡയലോഗായിരുന്നു ഇംഗ്ലീഷിൽ. അഗ്രഷൻ ഈസ് നൈസ് ഇഫ് വെൽ പ്ലേസ്ഡ്. അതാണ് എനിക്ക് രഞ്ജിനി ഹരിദാസിൽ പറയണത്. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ നൈസ്. ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ നന്നായിരുന്നു, കാര്യമുള്ള സമയത്ത് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ദിവസം ഭയങ്കര കടുപ്പമായിരുന്നു. അഗ്രഷൻ നല്ലതാണ്, അത് ആവശ്യം വെൽ പ്ലേസ്ഡ് ആകുമ്പോഴേ അത് വെറുപ്പിക്കലല്ലാതാവുള്ളൂ. ഇപ്പോൾ അവൾ അവിടെ കിടന്ന് കാണിക്കുന്നതിന് ഏകദേശം അതുപോലെ തന്നെയായിരുന്നു രഞ്ജിനി ചേച്ചി രണ്ടാമത്തെ ദിവസമൊക്കെ കാണിച്ചത്. അത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല നിങ്ങൾ വന്നിട്ട് മോളെ നല്ല സൂപ്പർ കേട്ടോ, പക്ഷേ അത് ശരിയായില്ല, അടുത്ത റൗണ്ട് നമുക്ക് ശരിയാക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകണമെന്ന് നമ്മൾ പറയില്ല. അതിൽ ഫയർ വേണമല്ലോ, അതെന്തായാലും വേണം. പക്ഷേ ഇതിനൊക്കെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ലൈനുണ്ട്, ഒരു ബോർഡർ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അതിനെ മാനിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജഡ്ജിമാർ കൂടി നോക്കിയാൽ നന്നായിരിക്കും.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അഖിൽ മാരാർ പറയുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ജഡ്ജ്, 3 പേര് നന്നായിട്ട് ജഡ്ജി ആയിട്ടിരിക്കുന്നത് അഖിൽ മാരാർ തന്നെയാണ്. മാരാറുടെ കേസ് പറയുമ്പോൾ പുറത്ത് ജനകീയ കോടതി ഇറങ്ങി ഏറിക്കയറി ഹാഷ്മിയും ജിൻഡോയും കൂടി വേഷം എടുത്തിട്ട് കൊടുത്തു. ചെന്ന് കയറേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം, മാരാറുടെ ഭാഗത്ത് ഊക്ക് അർഹിക്കാനുള്ള സാധനങ്ങളൊക്കെ മാരാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇയാൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ചെന്ന് കയറിയത്. ഒരു ഗസ്റ്റിനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പം അയാൾക്ക് ഒരു മര്യാദ കൊടുക്കണം. ഓക്കെ, അയാളെ റോസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, റോസ്റ്റൊക്കെ ചെയ്യാം, ഞാനും ട്രോളിറ്റൊക്കെ ഉണ്ട്. ഇപ്പം വിഷയം അതല്ല. ഒരു ഗസ്റ്റ് നിങ്ങളെ പരിപാടിക്ക് ഒരാൾ വന്നിരിക്കും, അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. അയാൾ സംസാരിക്കാൻ അനുവദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അയാൾ അതിൻ്റെ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കുമ്പോഴേക്കും അതിനെ ചൊറിഞ്ഞ് കുത്തി അതിൻ്റെ ഇടയിൽ മറ്റേ കിണ്ടി ഇളക്കിയിട്ട് ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഈ ഹാഷ്മി എന്ന് പറഞ്ഞാൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നിൽ ഇല്ലെങ്കിൽ ഇയാൾക്ക് മാത്രം മറ്റേ ഇരുന്നിട്ട് കേരളത്തിൻ്റെ മനസ്സാക്ഷി ഞെട്ടിച്ച കൊടൂരമായിട്ടുള്ള നമ്മുടെ മനസ്സിന് ഒരു നപുംസകങ്ങളുടെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ കൊണയിൽ നിന്നിട്ട് പറയുമല്ലോ, അത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. ഇയാളെ വിളിച്ചോണ്ട് വന്നെങ്കിൽ ഇയാൾ പറയണ കേൾക്കാൻ തയ്യാറാകുക. നിങ്ങൾക്ക് മാത്രം പറയണമെങ്കിൽ നിങ്ങൾ മറ്റേ കോട്ട വിട്ടുകൊണ്ടിരുന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഒരു ആൻസർ പറഞ്ഞു വരുമ്പോഴേക്കും അയാൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് അയാൾക്ക് ഒരു കുട്ടും കൊടുക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇറിറ്റേറ്റ് ആകുമ്പോൾ അയാൾ പറഞ്ഞു തന്ന ഫ്ലോ പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകും. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇയാൾ അവിടെ തന്നെ പല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുകയും ഈ അഗ്രഷൻ കാണിക്കുകയും ഒന്നും മിണ്ടാതിരിക്കുക. എൻ്റെ ഹാഷ്മി ഒരു 3 മിനിറ്റ് താന്ന് പറഞ്ഞ് മറ്റേ രാഹുൽ ഈശ്വർ കാണിച്ച പോലത്തെ രീതിയിലൊക്കെ ആകുമ്പോഴേക്കും അയാൾ ഒരു കോമഡി പീസായിട്ട് പുറത്ത് ചിത്രീകരിക്കാം. മനസ്സിലായി? ഇയാൾ വീണ് കിടക്കുകയാണ്, അവനെ മാക്സിമം തകർത്തി അവൻ്റെ പേഴ്സണാലിറ്റി നശിപ്പിച്ച് അവനങ്ങ് ഇല്ലാണ്ടാക്കി അടിച്ചില്ലാതാക്കി അങ്ങ് വിടുക എന്നുള്ള ഒരു സാധനമാണ്. അതൊരു ഗസ്റ്റിൻ്റെ അടുത്ത് കാണിക്കരുത്. നിങ്ങൾ ബിഗ് ബോസിൽ വന്നിരിക്കണമെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തത്. ബിഗ് ബോസ് അല്ലല്ലോ, അങ്ങനെ ചെയ്യരുത്. ഇതിന് പറഞ്ഞ് അവസാനം ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കിയിട്ട് അടുത്ത വേറെ എന്തെങ്കിലും സാധനം ചോദിക്കുക. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അതിന് മറുപടി ഇല്ലാതെ ബ്ലബിൾ അടിക്കും പോലെ ആൾക്കാർക്ക് മുമ്പിൽ ഫീൽ ചെയ്യിപ്പിക്കുക. അതിന് അങ്ങനെ എഡിറ്റ് ചെയ്യിക്കുക. ഇത് നല്ല പരിപാടിയല്ല കേട്ടോ ഹാഷ്മി. ഈ OG സുനിൽ വന്നിരുന്ന സമയത്ത് മറ്റേ പഞ്ചടക്കി കുഞ്ഞിരിക്കായിരുന്നല്ല, ഒരു ചോദ്യം ചോദിക്കും, അയാൾ എന്തെങ്കിലും മറുപടി പറയും, ഓ ശരി ഇന്ന് അടുത്ത ചോദ്യം ഇന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല? ഇത് അന്ന് നല്ല വേഷം ഊക്ക് വാങ്ങിച്ച് കൂട്ടി കഴിഞ്ഞോണം വന്നപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മാക്സിമം അങ്ങ് കയറി വരവി ഞഞ്ഞ പരിപാടി. നിങ്ങളെ നിങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടി നിങ്ങൾ കുറച്ച് ദിവസം സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല. ഇതുപോലെ ഗിമ്മിക്സ് കാണിച്ച് സോഷ്യൽ മീഡിയ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്, നിങ്ങൾക്കൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ അതിൽ മുന്നോട്ട് പോകുക. കുറച്ച് ദിവസം സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടത് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഈ ഷോയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പം വേറെ ഒരിടത്തുകൂടി പോയിട്ട് തന്നെ ലൈം ലൈറ്റ് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് എല്ലായിടത്തും വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറഞ്ഞ് മനസ്സിനകത്തൊന്നും വയ്ക്കാതെ എടുത്ത് ഓപ്പണായിട്ട് വിളിച്ച് പറഞ്ഞ് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനൊരു ബന്ധമില്ലാതെ വേറെ രീതിയിൽ പറയുമ്പോഴേക്കും ആൾക്കാർ റോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വിസിബിലിറ്റി കൊടുക്കാതെ കുറച്ച് ദിവസം സൈലൻ്റ് ആയിട്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ആൾക്കാർ ഇത് മറന്ന് വേറെ വിഷയത്തിലോട്ട് പോകും. ഇത് വീണ്ടും ഒരു എയറിലായിരിക്കുന്ന സമയത്ത് വീണ്ടും എയറിൻ്റെ അങ്ങേയറ്റം പോകാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ 1.5 മണിക്കൂർ എടുത്താണ് കണ്ടു തീർത്തത്. കാരണം കുറച്ച് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് പോകും. ഒരു ഇതില്ല, എൻഗേജ്മെൻ്റ് ഇല്ല. ഒരു ടാസ്ക് കൊടുത്തത് ഞാൻ പറഞ്ഞത് ടാസ്കിൻ്റെ ലോജിക്കൊന്നുമല്ല. ടാസ്ക്കായ അത് ടാസ്ക് അത് അങ്ങനെ ചെയ്യണം. അത് ഒരു ഓർഡർ ഇല്ലാത്ത ടാസ്ക്കാണ്. പക്ഷേ ആ ടാസ്കിൽ ഇവരെന്ത് ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ജഡ്ജിമാർ മരിച്ചു കാണും കേട്ടോ. ഇത് കണ്ടിട്ട് നമുക്ക് 1 മണിക്കൂറേ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു ടാസ്ക് ആദ്യം പൂർത്തിയാക്കുകയും വേണം, ഇവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കുകയും വേണം. അങ്ങനെ മൊത്തത്തിൽ അളം തുളം എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. ഇപ്പം ടീമായിട്ട് തിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ 4 പേർക്ക് 4 ടീം കൊടുക്കണം. 3 ജഡ്ജിമാരും നമ്മളെ റനീഷയും ഇവർക്ക് ഓരോ ടീമും ഓരോ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓരോ കളർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും നോക്കാൻ പറഞ്ഞപ്പോഴേക്കും ഇവർ നോക്കി പേപ്പർ വായിച്ചപ്പോഴേക്കും എല്ലാത്തിനും ഷോക്ക് അടിച്ചു. എന്താ പേപ്പർ തുറന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന പേപ്പർ എന്താണ് കൊടുത്തത്? ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ എണ്ണം. ആരെ പേര് കിട്ടിയെന്ന് ആരെ ടീമിലായെന്ന് അറിഞ്ഞതിനുള്ള സന്തോഷമാണ്. ഒരുത്തന്നെ എനിക്ക് അഖിൽ മാരാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് അവൻ ഷോക്കടിച്ചതിൻ്റെ കാരണം അതാണ് പറഞ്ഞത്. ക്യാപ്റ്റൻ ഇല്ല. കഴിഞ്ഞ തവണ ഇന്നലെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ തീരുമാന സഹിതം ഒരുത്തി പുറത്ത് പോയി എന്ന് അവൾ ബ്ലെയിം ചെയ്തിട്ട് പള്ളു വിളിച്ചിട്ട് പോയതുകൊണ്ട് ഇന്ന് ആർക്കും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല. ടാസ്ക് കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ സമയത്തിൽ തീരേണ്ട ഒരു ടാസ്ക്കാണ്. ആദ്യം കുറച്ച് ഡംബെല്ല് ബാർബെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വെയിറ്റ് ഒന്നുമില്ല, ഡമ്മി സാധനമാണ്, വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിന് ഒരു വെയിറ്റ് അവർ പറയും, ആ വെയിറ്റ് എടുക്കുന്നതായിട്ട് ഇവർ അഭിനയിക്കണം. ഇത് ടൈമിൽ തീരേണ്ട ഒരു ടാസ്ക്കാണേ. ഇവൻ ടാസ്കിൽ ലോജിക് നോക്കേണ്ട കാര്യമില്ലേ. ഇവിടെ അവർ അവർക്കൊരു സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുന്നു, അതിലവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ നോക്കാനിരിക്കണം. അതിൽ ടാസ്ക് ജയിക്കുന്നതും ഒന്നുമല്ല.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തപ്പോൾ തന്നെ ഒരു മനുഷ്യന് തിന്നാൻ പറ്റാത്ത ഫുഡാണ്. അപ്പോൾ ഇത്രയും ഫുഡ് ഇവർ മാക്സിമം തിന്നാൻ വേണ്ടി ശ്രമിക്കുമോ, അതോ കളഞ്ഞിട്ട് പോവുമോ, ഗീവപ്പ് ആവുമോ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വാൾ വയ്ക്കും. പക്ഷേ എന്നാലും അവർ അതിനെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിട്ടത്. അങ്ങനെ ഓരോ ഇതിനും ഓരോ ഇതുണ്ട്. മറ്റേ ബാലൻസിങ്ങിന് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് നോക്കുക, മൈൻഡ് ഗെയിം അപ്ലൈ ആവുമെന്ന് നോക്കുക. ഇങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് പല പല തരത്തിലുള്ള പസിൽ അടുക്കി വയ്ക്കുന്നത്. ബിഗ് ബോസിൽ ഒരു 100 ഗെയിം ഉണ്ടെങ്കിൽ 20 പസിൽ അടിക്കുന്നതായിരിക്കും ഏതെങ്കിലും വഴിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ കഴിവുള്ളവരാണോ, അതിൻ്റെ കൂടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടോ, ഈ ഡിസ്ട്രാക്ഷൻ വരുമ്പോഴേക്കും അതിൽ ശ്രദ്ധ പോകാതെ അത് കറക്റ്റായിട്ട് ചെയ്യാം, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് കൊടുത്തത്. അല്ലാതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഭംഗിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വരുമ്പം ഫസ്റ്റ് ടീം വരുന്നു, മാരാറുടെ ടീം വരുമ്പോഴേക്കും ബാർബെല്ല് വന്ന് രാകേഷിൻ്റെ അടുത്തെടുക്കാൻ പറഞ്ഞു. രാകേഷിൻ്റെ സ്വയസിദ്ധമായിട്ടുള്ള സ്റ്റൈലിൽ അത് എടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രാകേഷ്, ലൊലീറ്റ, പിന്നെ താഷി, ഇവരൊക്കെ എന്തായാലും മറ്റേ ബിഗ് ബോസിനകത്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഇവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഇന്ന ആൾക്കാർ വേണമെന്ന്, അതിനുള്ള സാധനങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ സാബിയർ വന്ന് കെറ്റിൽ ബെല്ലെടുക്കുന്നു. ഇത് രാകേഷിനകത്ത് ഡമ്പൽ എടുക്കാൻ പറഞ്ഞപ്പോൾ ഡമ്പൽ കടിച്ചൊക്കെ പോക്കാൻ വേണ്ടി നോക്കണം എന്തെങ്കിലും. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ വേസ്റ്റ് ടീമായിട്ട് വരരുത്. ഇൻ കേസ് ലാസ്റ്റ് ടീം വരുമ്പോഴേക്കും അതിൽ ഒരു 6 പേര് കളിക്കാൻ കൊള്ളാവുന്നവരാണെങ്കിൽ കൂടെ 4 പേരെ പുറത്താക്കാനുള്ളതുകൊണ്ട് ഈ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നവർ കൂടി പുറത്താവും. അപ്പോൾ നിങ്ങൾ ടൈം കൂടി പ്രധാനമാണ്. അപ്പോൾ ഇത് വെച്ച് ഇഴക്കരുത്. അതിൽ ഷിജു എന്ന് പറയുന്ന വാൾ വെച്ച്, അവൻ മാത്രമല്ല എല്ലാ ടീമിലുള്ള എല്ലാം വാൾ വെച്ച് എല്ലാ ടീമും കളിക്കാൻ വന്നപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിന് പറ്റണ്ടേ വാൾ വെച്ച്. അതിൽ ശ്യാമൊക്കെ വാൾ വെച്ച് തിന്ന ഫുഡിൻ്റെ പുറത്തുകൂടിയാണ് വാൾ വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. രഞ്ജിനി ഏകദേശം മോഹൊക്കെ ഇങ്ങനെ പോകണുണ്ടായിരുന്നു. അപ്പം ഇതിൽ പൂജ അവിടെ കിടന്ന് എന്തോ അലം പഴിച്ചപ്പം അഖിൽമാരാറിന് കുരുപൊട്ടി. പൂജ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ കുറേ നേരം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഒരു മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം, മര്യാദ കാണിക്കുന്നുണ്ട്. അഖിൽമാരാർ റൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവളെന്തോ കണോണെന്ന് പറയാൻ വന്ന്. അപ്പോഴേക്കും ഐ ഡോണ്ട് കെയർ, നിങ്ങൾ നീ തേങ്ങ പറയണം, നിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ആക്കേണ്ട കാര്യമില്ലെന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവരെല്ലാവരും റിയാസ് ഉൾപ്പെടെ പറഞ്ഞപ്പോഴേക്കും ഇവളെ എടുത്ത് വിളയി കളയാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ അവൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാനിവിടെ കിടന്ന് ഷോ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ബിഗ് ബോസിലേക്കുള്ള പറ്റിയ സാധനമാണെന്ന് കൊണ്ട് ഇവർ പിടിച്ച് മറ്റേ തടവി വയ്ക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് നടന്നില്ല. അതിൻ്റെ കാരണം ഇത് തന്നെ, ഓവറായിപ്പോയി. അവിടെ പോയാലും പരിപാടി അലമ്പാക്കിയേ ഉള്ളൂ. ചുമ്മാ വഴക്കും ബഹളവും കാണിക്കുക, എന്തിനും വഴക്കുണ്ടാക്കുക, അലമ്പാക്കുക എന്നുള്ളത് മാത്രമല്ല ബിഗ് ബോസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അത് കുറച്ച് ദിവസം കണ്ടൻറ്റ് ഓടുമെങ്കിലും ഡെയിലി ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേഷനായിട്ട് തോന്നും, ലൈക്ക് മറ്റേ കാവേരി തുമ്പിയെ പോലെ. അപ്പോൾ ആ ടീമിലെ 3 വേസ്റ്റ് പെർഫോമൻസിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. താഷി, സബീന, ഷിബിന, ഇവരെ 3 പേരെ എടുത്ത്. താഷി നൈസായിട്ട് ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. അവൻ എന്തായാലും പുറത്താക്കൂല, ഉടനെ ഒന്നും പുറത്താക്കൂല, മിക്കവാറും മറ്റേതിൽ കാണും. അടുത്ത് ഷിജുവിനെ ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുത്തു. അവൻ മാക്സിമം അവൻ്റെ ഉത്തരവേ ഉള്ളൂ എങ്കിലും അവനെ കൊണ്ട് പറ്റാവുന്ന അത്രയും വലിച്ചു വാരി തിന്ന് അതൊക്കെ കൊണ്ട് അവനെ കൊടുത്തു. അപ്പോൾ അടുത്ത റൗണ്ട് മറ്റേ റിയാസിൻ്റെ റൗണ്ടാണ്. അപ്പോൾ പൂജ വന്നപ്പോൾ തന്നെ റിയാസിനെ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്കിത് പറ്റുന്നില്ല. പൂജയും വേറെ ഒരു പെണ്ണും കൂടിയുണ്ട് ഇതിൽ. ഈ 2 എണ്ണമാണ് ഇന്ന ദിവസം പുറത്തായത്. ആരായിരുന്നു എൻ്റെ പേര്, അസിയ. ഇവർ 2 പേരും കൂടി ഇവർ പുറത്താവാൻ പ്രധാന കാരണം ഇവർ ലാസ്റ്റ് അവസാനം വേസ്റ്റിൽ വന്നതുകൊണ്ടാണ്. 4 ടീം കളിച്ചതിൽ ഏറ്റവും മോശം കളിച്ചത് ഇവർ. കാരണം എന്താണെന്ന്, ഇവർ സമയം കൂടുതലായിട്ട് എടുത്തു. സമയം കൂടുതലായിട്ട് എടുക്കുമ്പം എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് വരും. ഈ സമയം കൂടുതലായിട്ട് എടുക്കാൻ മെയിൻ കാരണം ഇവർ ക്രിഞ്ച് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് അയ്യോ എനിക്ക് പറ്റുന്നേ റിയാസ് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് ക്രിഞ്ച് ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കാണിച്ചത് ഓക്കെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, പക്ഷേ ക്രിഞ്ചായിരുന്നു. എടാ നീ 24 പറയണ സ്ലാക്കാണ് അവരവിടെ എടുത്തത്. അപ്പോൾ നീ സംസാരിക്കുന്നത് ക്രിഞ്ചാണ്, നീ ആദ്യം ആലോചിക്കും. തീർന്ന് നീ 2 എണ്ണം കൂടി വേർപ്പിച്ച അയ്യോ തൊലി വിരിഞ്ഞ് പുല്ല് അടിച്ചളയാൻ വേണ്ടി തോന്നി. അത് കഴിഞ്ഞിട്ട് ഇവർ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പോയി. ഞാൻ ഇതുവരെ ലെഫ്റ്റ് ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ജെറ്റി വന്ന് നിന്നിട്ട് ഒരു ടാസ്ക് മറ്റേ പസിലെന്തോ വെച്ചിട്ട് പസിലല്ല മറ്റേ തീപ്പെട്ടി ഇങ്ങനെ തട്ടി ഫ്ലിപ്പ് ചെയ്ത് വിടണം. തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്ത് വിട്ടിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഇവിടെ സമയത്തിന് തീർത്തിട്ട് പോടാ, ആലോചിക്കുന്നവർക്കുമില്ല. ഞാൻ ഡാൻസ് കളിക്കുന്നുള്ളൂ, എല്ലാവരും കാണട്ടെ. ഈ ഒരു സാധനമാണ് അവൾ ജെറ്റി. 2 നല്ല ഒരേ ടീമിൽ തന്നെ 2 വന്ന് പെട്ട്. അങ്ങനെ എന്നിട്ട് രചനയെ ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തു. രചന ഇങ്ങനൊരു ആളുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, പേര് രചന. എന്തായാലും ഇന്ന് കണ്ടല്ലോ. പൂജയും ആസിയയും ജെറ്റിയും പിടിച്ച് വേസ്റ്റ് പ്ലെയറാക്കിയിട്ട് അടുത്ത ടീം വരുന്നു. അടുത്ത ടീം റനീഷയുടെ ടീമാണ്. അവരാദ്യം പറഞ്ഞു നമ്മൾ എന്തായാലും തോറ്റാലും ജയിച്ചാലും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യരുതേ. ബ്ലെയിം ചെയ്യൂല. ഈ ബ്ലെയിം ചെയ്യരുത് പറഞ്ഞിട്ട് ഈ കളി തീർന്ന ഉടനെ തന്നെ തിന്നണതിൻ്റെ പേരിലടി. ഞാൻ നന്നായിട്ട് തിന്നുമായിരുന്നു, എവിടെ കയറി തിന്നാന്നുകൊണ്ട് തിന്നുകയാണെന്നുകൊണ്ട് അഫിനയെ സോന എടുത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കാണാന്നൊക്കെ ടാസ്ക് ചെയ്തിട്ട് അനഘ, അഫിനിയ, സോന ഇവർ 3 പേരും ഇതിൽ വന്നു, ഡേഞ്ചർ സോണിലേക്ക് വന്നു. വേസ്റ്റ് പെർഫോമൻസായി. ഷിൻജിത്തിനെ ബെസ്റ്റാക്കി. ഷിൻജിത്ത് ഇത്തിരി സംസാരിക്കാനും ഒരു എന്താ പറയുക, ഒരു സ്വാഗുള്ള ഒരുത്തനാണ്. ഇങ്ങനെ ഒരു ബിഗ് ബോസിന് പറ്റിയൊരു സാധനമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിൻജിത്തിനെയും ഇവർ കീപ്പ് ചെയ്ത് പോകണം. അടുത്ത് ലാസ്റ്റ് ടീം വരികയാണ്, രഞ്ജിനിയുടെ ടീം. രഞ്ജിനിയുടെ ടീം കളിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരുത്തായി. അവ എവിടെ വന്നെന്ന് എനിക്കറിയില്ല. അവ എന്താണ് വന്നെന്ന് വെച്ച് ഇനി ആണ് വീട്ടുകാർ അഭിനയിക്കുന്ന മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്നുകൊണ്ട് അവൻ്റെ ഉടുപ്പൊക്കെ ഊരിക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു, പീസൊക്കെ എടുത്ത് കാണിക്കുന്നു. അവൻ്റെ അടുത്ത് ആരാണ് ചോദിച്ചത് ഇതൊക്കെ കാണിക്കാൻ? എന്താണെന്തോ ഞാൻ കാണിച്ചുതരാം, എന്താണ് ഞാൻ കാണിച്ചത്, എൻ്റെ അധ്വാനം എന്താണ് കാണിച്ചു തരുന്നുണ്ട്. ആരെങ്കിലും ഊക്കിയെന്ന് തോന്നുന്നു. നിന്ന് ഇപ്പോൾ ഉടുപ്പൊക്കെ ഊരി എറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഷോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജിമാർ എന്ത് തേങ്ങയെന്നാണ് ജഡ്ജിമാർ നോക്കിയത്. അതിൽ വർഷയും ശ്യാമും അമലും കൂടി വേസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരുന്നുണ്ട്. പ്രവീണിനെയാണ് ബെസ്റ്റ് പെർഫോമറായിട്ട് അവർ തിരഞ്ഞെടുത്തത്. ഇപ്പം ഈ 4 ബെസ്റ്റ് കിട്ടിയ 4 എണ്ണത്തിന് മറ്റേ പെൻഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ ഊരി വാങ്ങി, മതി നിൻ്റെ സേവനം മതി എന്നുണ്ട്. മറ്റേ കുബേരനിൽ ദിലീപ് ഒരു ദിവസം മറ്റേ പണക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം ചവിട്ടി വെളിയാക്കൂല, ആ പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ റിയാസിൻ്റെ ടീം 4th പ്ലേസിൽ ദുരന്തമായിട്ട് വന്നു. റനീഷിൻ്റെ ടീം 3ാം സ്ഥാനം വന്നു. രഞ്ജിനിയുടെ ടീം 2ാം സ്ഥാനം വന്നു. അഖിൽ മാരാറിൻ്റെ ടീം ദ സൂപ്പർ വൺ, ഓൾവേസ് വൺ ഒന്നത് വന്നു. അപ്പോൾ ജയിച്ച ടീമിൽ ഉൾപ്പെടുന്നുകൊണ്ട് ഈ താഷി, ഷിബിന, സബിന ഇവരെ 3 പേരെ അങ്ങ് സേവ് ചെയ്ത് വിട്ടു. ഇവർ 3 പേരും വേസ്റ്റ് പെർഫോമൻസിൽ വന്നതാണ്. ജയിച്ച ടീമിലായതുകൊണ്ട് താഷിയോടെ കിടക്കുകയല്ലേ, സേവ് ചെയ്ത് വിട്ടു. അങ്ങനെ എലിമിനേഷൻ തുടങ്ങിയാണ്. അപ്പോൾ അനഘ വന്നിട്ട് അനഘ പൊയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അനഘ പോട്ടറി എന്ത് ഇത്രയും ആൾക്കാർ. അപ്പം അനഘ അങ്ങനെ ആദ്യം പിടിച്ച് വെളിയിലാക്കി. അനഘ കണ്ണീരോടെ പറഞ്ഞു, അവന് ബോൾഡായിട്ടൊക്കെ സംസാരിച്ചോട്ടോ. അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തു. ഞാൻ എലിമിനേറ്റ് ആയി എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ അവൾ സംസാരിച്ചിട്ട് അവൾ പോയിട്ടുണ്ട്. അപ്പോൾ അനഘയുടെ അടുത്ത് ആരാണ് പോകാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഈ സോനയാണ് പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഈ സോന എന്തോ അവിടെ കാണിക്കുന്നു കേട്ടോ. നമ്മൾ അറിയുന്നില്ല, എല്ലാവർക്കും ആർക്കും കണ്ടുകൂടാത്തത് സോനയെ ബിഗ് ബോസ് പിടിച്ച് നടത്തുന്നുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. എന്തെങ്കിലും അവിടെ ഉണ്ടായി, എല്ലാവരും കണ്ണിൻ്റെ കരടായിട്ട് നൈസായിട്ട് ഒരു മറ്റേ കുത്തിത്തിരിപ്പെല്ലാം കാണിക്കുന്നുണ്ടോ എന്തോ അറിയില്ല. അങ്ങനെ അമലിനെ പിടിച്ച് എലിമിനേറ്റ് ചെയ്തിട്ട് അമൽ ഓക്കെ ബൈ. അമലാണ് തുണി ഊരി കാണിച്ചത്, അവൻ്റെ അവസാനത്തെ ഊരി കാണിക്കായിപ്പോയി. അവനാണെങ്കിൽ ഇത് പറഞ്ഞോട്ട് എലിമിനേറ്റ് എന്നുണ്ടെപ്പോഴേക്കും ഓക്കെ ബൈ, ഒന്നും ചോദിക്കാനൊന്നുമില്ല. നേരെ ഒരൊറ്റ റോക്കറ്റ് വിട്ടോ ഒരൊറ്റ പാക്ക് പുല്ല്. ഇതിനായിരുന്നു ഇത്ര നേരം ഓരോ കിടന്ന് ഷോയും കാണിച്ചെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും പെരുത്ത് നന്ദി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. വെറുതെ കിടന്നിട്ട് ഞാൻ ഈ സ്റ്റേജ് വരെ എത്തിയില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എവറസ്റ്റ് കീഴടക്കിയാണെന്നൊക്കെ പറഞ്ഞ് തള്ളുമായിരുന്നു. യാതൊരുതില്ല. അവരെടുത്ത് പറഞ്ഞു പഠിക്കുന്ന സമയത്ത് എൻ്റെ പാട്ട് പുല്ലെന്ന് ഇറങ്ങിപ്പോയി. അത് കോമഡിയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത് രണ്ടാമതെന്താണ് സംഭവിച്ചത്, ഞാൻ മുകളിലോട്ട് സ്ക്രോളായിപ്പോയി കേട്ടോ. അപ്പം ആസിയെ, ജെറ്റി, വർഷ ഇവർ 3 പേര് സേവ് ചെയ്ത് ജെറ്റിയെ ഇപ്പോഴേ കളയാൻ പറ്റില്ല. അപ്പോൾ ശ്യാം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ശ്യാമിനെ ആദ്യമേ പിടിച്ചിട്ട് നിന്നെ നമ്മൾ വച്ചിരിക്കുകയാണ്, അടുത്ത വെള്ളിയെത്തി വച്ചിരിക്കുകയാണ്, നിന്നെ ഹോൾഡ് ചെയ്യുന്നത് നീട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇവർ പോയ സമയത്ത് പിന്നീട് മിച്ചമുള്ളത് ശ്യാമാണ് മറ്റേ താക്കോല് ഇവളെ തട്ടിപ്പറിച്ചെടുത്തില്ലേ, അതാണ് ശ്യാമും പൂജയും മാത്രമേ. അപ്പോൾ ശ്യാം ഉറപ്പിച്ചത് എന്തായാലും ഒരു പൂജയെ കളയില്ല. പൂജ ഞാൻ തേജുന്നുണ്ട്. ശ്യാം അപ്പോഴേ കരച്ചിലും വെള്ളം തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു ശ്യാമിനെ തന്നെ പറഞ്ഞു വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പറഞ്ഞിട്ട് ശ്യാം സേവ് ചെയ്തു. എന്നിട്ട് പൂജ കാര്യം മനസ്സിലായല്ലോ. അപ്പോഴേക്കും അവൾ അത് മൂച്ചും എല്ലാം തീർന്ന് അവൾ സാധാരണ പാവപ്പെട്ടൊരു കുട്ടി ഇരിക്കുമ്പോഴും മനസ്സിലായല്ലോ. അഗ്രഷൻ കൊള്ളാം, ബട്ട് ഇഫ് വെൽ പ്ലേസ്ഡ്, നന്നായിട്ട് പ്ലേസ് ചെയ്താൽ മാത്രമേ അഗ്രഷൻ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് വെറുപ്പിക്കലാവും. അത് ഒരു പാഠം പഠിപ്പിക്കാനാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്. പൂജയെ പറഞ്ഞു വിടണമെന്ന് നമുക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ പൂജ നമ്മളെ കൊണ്ട് തന്നെ പറഞ്ഞു വിടിപ്പിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റയും പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടതോടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ജെറ്റി ഈ പൂജയിലേക്ക് പഠിക്കുന്ന ഒരു ഘടകമുണ്ട്. ചെറിയൊരു ക്രിഞ്ച് വെറുപ്പിക്കലാവുന്നുണ്ട്. മിക്കവാറും ജെറ്റി ഈ പോക്കാണെങ്കിൽ അവളെയും പിടിച്ച് പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. നൈസായിട്ട് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. പിന്നെ ഇതിൽ അഫിനിയാസ് ഇന്നലെയും മറ്റേ താഴത്തെ ഏറ്റവും ഇതിൽ വന്നതാണ്, വീക്കിൽ വന്നതാണ്. ഇന്നും ഏറ്റവും വേസ്റ്റിൽ വന്നതാണ്. എന്നിട്ട് അവൾ സേവായി. ഇപ്പോൾ അവൾ എന്ത് കണ്ടിട്ടാണ് സേവ് ആക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇനി ബിഗ് ബോസിൻ്റെ കുഞ്ഞമേരമോളാണ് എന്താണെന്ന് പറയുന്നുണ്ട്. നൈസാരും കയറ്റി വിടുകയാണ്. എന്തായാലും ഈ അഫിനിയാസിനെ ഒന്നും കൊണ്ട് ബിഗ് ബോസിനകത്ത് കൊണ്ടിടരുത്. അങ്ങനെയൊക്കെ ഇതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്രെഡിബിലിറ്റി അങ്ങ് പോയി. അതിനെ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും എടുത്ത് കളയണം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.